PLTയുടെ ഈ വളങ്ങൾ ഉപയോഗിച്ച സമയത്ത് അത് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുകയും നല്ല പുഷ്ടിയും നല്ല ആരോഗ്യമുള്ള ചെടികൾ ഉണ്ടാവുകയും ചെയ്തു. ഞാൻ പ്രമോദ്, കൃഷിശ്രീ കാർഷിക സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ്. നമ്മൾ 8 പേര് അടങ്ങുന്ന ഒരു സൊസൈറ്റിയാണ് കൃഷിശ്രീ. നമ്മൾ കഴിഞ്ഞ കൊറോണ കാലത്ത് നമ്മൾ എല്ലാവരും ഫ്രീ ആയിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ടൗണിൽ ഭക്ഷണം കൊടുക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ആലോചിച്ച് അങ്ങനെ നമ്മൾ പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങിയാണ്. നേരത്തെ ചെറുതായിട്ട് പച്ചക്കറി വീട്ടാവശ്യത്തിനൊക്കെ ഉണ്ടാക്കുമെങ്കിലും അങ്ങനെ ഇറങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കൃഷിശ്രീ എന്ന് പറയുന്ന 8 പേരാണ് ഇപ്പോൾ അതിനകത്തുള്ളത്. അധ്യാപകരുണ്ട്, ഞാൻ സാധാരണ ഒരു ഇൻഡസ്ട്രിയൽ തൊഴിലാളിയാണ്. അധ്യാപകരുണ്ട്, ഹോസ്പിറ്റലിൽ നഴ്സുമാരുണ്ട്, അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. രാവിലെ 1 മണിക്കൂർ 2 മണിക്കൂർ ലീവില്ലാത്ത ദിവസങ്ങളിലൊക്കെ വയലുണ്ടാവും, ലീവുള്ള ദിവസം ഉച്ചവരെ നമ്മൾ വയലുണ്ടാവും. ആ രീതിയിലുള്ള കൃഷിയാണ് ചെയ്യുന്നത്. കാര്യമായിട്ട് ചെയ്യുന്നത് വാഴ, അതേപോലെ തന്നെ നെല്ല്, തെങ്ങ് ഭാഗത്തിലാണ് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കഴിഞ്ഞ കൊറോണ കാലത്തിന് ശേഷം കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. റയറായിട്ടുള്ള നെല്ല്, രക്തശാലി, ബ്ലാക്ക് ജാസ്മിൻ, അതേപോലെ തന്നെ കൃഷ്ണ കൗമോദ്, ആ രീതിയിലുള്ള നെല്ലുകളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ഇപ്പോൾ ഇത്തവണ നമ്മൾ ഉമ എന്ന് പറഞ്ഞ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈബ്രിഡ് നെല്ല് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് റയറായിട്ടുള്ള നെല്ലുകളാണ്. ആദ്യമൊക്കെ തന്നെ നമ്മൾ ചാണകം, അതേപോലെ തന്നെ ഗോമൂത്രമൊക്കെ ഉപയോഗിച്ച് മാത്രം ചെയ്തുകൊണ്ടിരുന്ന കൃഷിയാണ്. പിന്നീടാണ് നമ്മൾ അതിൻ്റെ സുഹൃത്ത് വഴി ഈ PLTയുടെ വളങ്ങളെപ്പറ്റി അറിയുകയും അവരെ ഹ്യൂമിക്സ്, അതേപോലെ തന്നെ മാക്സ്റ്റോൺ ജെല്ല് എന്ന് പറഞ്ഞ ഒരു വളമാണ് അടുത്തായിട്ട് ഒരു വർഷമായിട്ട് നമ്മൾ പരിചയപ്പെട്ടൊരു സാധനം. അത് 2 ഗ്രാം 1 ലിറ്ററിനകത്ത് കലക്കി എടുത്തിട്ട് നമ്മൾ ഇലയിൽ സ്പ്രേ ചെയ്യാതെ ചെയ്ത്, ഇല സ്പ്രേ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കൂടുതൽ ഇതിൻ്റെ തളിര് വരികയും കൂമ്പ് വരികയും നല്ല പച്ച ഇല വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് അതിൽ കിട്ടിയിട്ടുള്ള റിസൾട്ട്. പിന്നെ നെല്ലിൽ നമ്മൾ ഉപയോഗിച്ചത് സ്റ്റാർ ഷൈൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, നമ്മൾ ആയുർവേദ ഗുളിക പോലുള്ള ഒരു സാധനമാണ്. ആയുർവേദ ഗുളിക എന്ന് ഉപയോഗിച്ച് അതിൻ്റെ രൂപമാണ്. അത് നമുക്ക് കയ്യിലെടുത്തിട്ട് വയലിലേക്ക് കുറേ ദൂരങ്ങളിലേക്ക് വലിച്ചെറിയാവുന്ന രൂപത്തിലുള്ള ഒരു വളമാണ്. അതും നല്ല റിസൾട്ട് ഉണ്ട്. നല്ല പച്ചപ്പ്, നന്നായിട്ട് പൊട്ടിക്കൂടുക എന്നൊരു സംഭവം ഉണ്ടല്ലോ. നമ്മളിപ്പോൾ 1, 2 അല്ലെങ്കിൽ 3 നൂരിയാണല്ലോ നമ്മളിത് വെക്കുക. അതൊരു നന്നായിട്ട് പൊട്ടിക്കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. നല്ല നമ്മളെ വയലിലുള്ള മറ്റ് നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള പുല്ലുമൊക്കെ കെട്ടിയിട്ടുള്ള വളത്തിന് വലിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. നല്ല റിസൾട്ട് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ അത് വളപ്രയോഗത്തിന് സുഖമാണ്. വലിച്ച് നമുക്ക് വയലിലേക്ക് നമുക്ക് വരമ്പിൽ നിന്നുകൊണ്ട് എത്ര ദൂരം വേണേൽ എറിയാവുന്ന രൂപത്തിൽ നല്ല കനമുള്ളൊരു സാധനം ആയതുകൊണ്ട് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ്. സാധാരണ നമ്മൾ കൃഷിക്ക് ചെയ്തുകൊണ്ടിരുന്ന വളം എന്താ പറയുക, അത് വളപ്രയോഗത്തിന് ശേഷം അത് ചെടിയിൽ അതിൻ്റെ റിസൾട്ട് കാണിക്കാൻ ഒരുപാട് സമയം എടുക്കുമായിരുന്നു. എന്നാലും നമ്മൾ PLTയുടെ ഈ വളങ്ങൾ ഉപയോഗിച്ച സമയത്ത് അത് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുകയും നല്ല പുഷ്ടിയും നല്ല ആരോഗ്യമുള്ള ചെടികൾ ഉണ്ടാവുകയും ചെയ്തു. വാഴയ്ക്കൊക്കെ തന്നെ നല്ല വളർച്ചയാണ്. ഇപ്പോൾ 1 മാസം പ്രായ വാഴ എനിക്ക് ഇവിടെ കാണാം. അതൊക്കെ നല്ല വളർച്ചയും നല്ല വേര് വളർച്ചയെല്ലാം ഉണ്ടാകും കേട്ടോ. അത് ഇലയൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട്. നല്ല ഗുണമുണ്ട് അതിനകത്ത്. പിന്നെ ഇലകളിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റാവുന്ന വളങ്ങൾ അതൊക്കെ തന്നെ ഉപയോഗിക്കുമ്പോൾ അത് വളരെ നല്ല രീതിയിൽ അതിന് വളർച്ച ഉണ്ടാക്കുകയും നല്ല റിസൾട്ട്. കഴിഞ്ഞ തവണ നമ്മൾ ആറ്റുനേന്ത്രയായിരുന്നു ചെയ്തത്. ആറ്റുനേന്ത്രം നല്ല വിളവ് കിട്ടി. 22 മുതൽ 28 കിലോ വരെയുള്ള കൊലകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ തണ്ടുതുരപ്പം പോലുള്ള അസുഖങ്ങൾ കുറവാണ്. അതാണ് അതിൻ്റെ ഒരു ഉള്ളത്. പിന്നെ ന്യൂട്രിമിക്സ് പോലുള്ള വളങ്ങൾ നെല്ലിനും തെങ്ങിന് നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 4 വർഷമായിട്ട് നമ്മൾ ന്യൂട്രിമിക്സ് ആണ് ഉപയോഗിക്കുന്നത്. നല്ല റിസൾട്ട് നമുക്ക് അതിനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ മറ്റു വളങ്ങളെ നിന്നും മികച്ചത് എന്ന് പറയാവുന്നത് റിസൾട്ട് പെട്ടെന്ന് ഉണ്ടാവുന്നുള്ളതുകൊണ്ടാണ്. ചാണകവും മറ്റു സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടും കൂടുതൽ പെട്ടെന്ന് റിസൾട്ട് ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്ക് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു നേട്ടം.